രമ്യ ഹരിദാസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ചിറയൻകീഴിൽ നിന്ന് ജയിച്ച രമ്യ ഹരിദാസ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. 1422 വോട്ടിനാണ് രമ്യ ഹരിദാസിന്റെ അട്ടിമറി വിജയം ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ ഒരു മത്സരം നടന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് നമ്മൾ കണ്ടത്. അതിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടകൾ ഒന്നൊന്നായി വീഴുന്നത് കണ്ടു. ആ തരത്തിൽ ചിറയൻകീഴ് എല്ലാ കാലത്തും സമീപകാലത്തെല്ലാം തന്നെ ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് വലിയ ഒരു വിജയത്തിലേക്ക് രമ്യ ഹരിദാസ് എത്തിയത്. നേരത്തെ പാർലമെന്റിൽ എത്തിയ ആൾ കൂടിയാണ്. അത്തരത്തിൽ MP ആയി തിളങ്ങിയ അതിനുശേഷം വീണ്ടും നിയമസഭാ പോരാട്ടത്തിലേക്കൊക്കെ ആലത്തൂരിലെത്തിയപ്പോൾ ഒരു പരാജയം നേരിട്ടെങ്കിൽ കൂടി ഈ തവണ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച പോരാട്ടത്തിനായി ചിറയൻകീഴേക്ക് പാർട്ടി അയച്ചു. എന്തായാലും ചിറയൻകീഴ് മണ്ഡലം പിടിച്ചെടുത്താണ്, മനോജ് എടമനിയെ പരാജയപ്പെടുത്തി പിടിച്ചെടുത്താണ് രമ്യ ഹരിദാസ് നിയമസഭയിലേക്ക് എത്തുന്നത്. എന്തായാലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്രോട്ടം സ്പീക്കർക്ക് അടുത്തേക്ക് പോവുകയാണ്. അടുത്തതായി മണലൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച സ്ഥാനാർത്ഥി കൂടിയാണ് C. രവീന്ദ്രനാഥ്. മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന ഒരു മണ്ഡലം കൂടിയാണ് മണലൂർ. നിയമ പോരാട്ടത്തിലേക്ക് കൂടി പ്രതാപൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ MLA ആയി C. രവീന്ദ്രനാഥ് സത്യപ്രതിജ്ഞ ചെയ്തത്. C. രവീന്ദ്രനാഥ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ MA റസാഖ് മാസ്റ്റർ. MA റസാഖ് മാസ്റ്റർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സർവശക്തനായ സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കുന്നമംഗലം മണ്ഡലം 2008 ഈ മണ്ഡല പുനർനിർണയത്തിനൊക്കെ ശേഷം തുടർച്ചയായി തന്നെ PTA റഹീം ജയിക്കുന്ന സ്ഥലമാണ്. ഇത്തവണയും PTA റഹീം തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. PTA റഹീമിനെ തോൽപ്പിച്ചുകൊണ്ടാണ് MA റസാഖ് മാസ്റ്റർ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്നത്. കുട്ടനാട് നിന്ന് വിജയിച്ച റജി ചെറിയാൻ അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. റജി ചെറിയാൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും
നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടു കൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. തോമസ് കെ തോമസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് റെജി ചെറിയാൻ വിജയിച്ചിരിക്കുന്നത്. വലിയ ഒരു മാർജിനിൽ തന്നെ 20,000-ന് മുകളിലേക്കുള്ള ഒരു ഭൂരിപക്ഷത്തിന് 20,600 വോട്ടിന്റെ KK രമ, വടകര MLA KK രമയാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. KK രമ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. RMPI സ്ഥാനാർത്ഥിയായി ജയിച്ച KK രമയും സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വടകരയിൽ നിന്ന് തുടർച്ചയായ രണ്ടാമത്തെ തവണയാണ് KK രമ ജയിക്കുന്നത്. റോജി എം ജോൺ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അങ്കമാലി MLA ആയി റോജി എം ജോൺ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. റോജി എം ജോൺ ഈ മന്ത്രിസഭയിലെ മന്ത്രി കൂടിയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്ന മന്ത്രി കൂടിയാണ് റോജി എം ജോൺ. എന്തായാലും തുടർച്ചയായി അങ്കമാലിയിൽ നിന്ന് വിജയിക്കുന്നു. അങ്കമാലി ഒരു സമയത്ത് അത് ഇടതുപക്ഷം ജയിക്കുന്ന ഒരു സീറ്റായിരുന്നു. റോണി കെ ബേബി എന്ന ഞാൻ നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിജയിച്ച റോണി കെ ബേബി സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയിരിക്കുന്നു. വലിയൊരു മത്സരം നടന്ന ഒരു മണ്ഡലം കൂടിയാണ് കേരള കോൺഗ്രസുകളുടെ മത്സരം നടന്ന സ്ഥലം. ആ തരത്തിൽ കേരള കോൺഗ്രസുകൾക്ക് പാർട്ടികൾക്ക് വലിയ ശക്തി കേന്ദ്രമായ സ്ഥലം കൂടിയാണ്. റോയി കെ പൗലോസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഇടുക്കിയിൽ മന്ത്രിയെ പരാജയപ്പെടുത്തിയ നേതാവ് കൂടിയാണ് റോയ് കെ പൗലോസ്. മന്ത്രി ആയിരുന്ന റോഷി അഗസ്റ്റിനെ തോൽപ്പിച്ചത് വലിയ മാർജിനിൽ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തർക്കങ്ങളിലേക്ക് പോകുമെന്ന് കരുതിയ ഒരു സംഭവം കൂടിയായിരുന്നു.
ഇടുക്കി മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുത്തത്. എന്തായാലും കേരള കോൺഗ്രസിൽ നിന്ന് ആ സീറ്റ് ഏറ്റെടുത്ത് ആ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു റോയ് കെ പൗലോസ്. വി പി സജീന്ദ്രൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വി പി സജീന്ദ്രൻ നേരത്തെയും കുന്നത്തുനാട്ടിലെ MLA ആയിരുന്നു. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. അവിടെ നിന്ന് വീണ്ടും ഒരു തിരിച്ചുവരവാണ് സജീന്ദ്രൻ നടത്തിയത്. സജീവ് ജോസഫ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഇരിക്കൂർ എല്ലാ കാലത്തും UDFന്റെ കോട്ടയായി വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ്. അവിടെ നിന്ന് വീണ്ടും സജീവ് ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. സജീവ് ജോസഫ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 42,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ സജീവ് ജോസഫ് ജയിച്ചത്. ശ്രീ സജി